നമസ്കാരം. സുനിൽ കൊട്ടാരൻ. നമ്മൾ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടൊരു ടേമിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ബ്രാൻഡ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ബ്രാൻഡ് എന്താണ് ബ്രാൻഡ്? ഈ ബ്രാൻഡും ട്രേഡ് മാർക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ ഒരു കമ്പനിയെ കുറിച്ചിട്ടോ മറ്റ് പ്രൊഡക്റ്റുകളിൽ നിന്നും അല്ലെങ്കിൽ കമ്പനികളിൽ നിന്നും തിരിച്ചറിയാൻ സഹായിക്കുന്ന പേരുകളോ അടയാളങ്ങളോ ചിത്രങ്ങളോ ചിഹ്നങ്ങളോ ശബ്ദങ്ങളോ പോലും ബ്രാൻഡുകളാണ്. ഈ ബ്രാൻഡുകൾ മറ്റുള്ള ആളുകൾ അനുകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ നേടുകയാണെങ്കിൽ അത് മറ്റ് സ്ഥാപനങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ പേര് പ്രൊഡക്റ്റുകൾ ഇറക്കാൻ പറ്റില്ല. അപ്പോൾ അത് ട്രേഡ് മാർക്കായിട്ട് മാറും. ട്രേഡ് മാർക്കും ബ്രാൻഡും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ലീഗൽ പ്രൊട്ടക്ഷനുള്ള ബ്രാൻഡാണ് എന്താ പറയുക, ട്രേഡ് മാർക്കെന്ന് പറയുക. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് നോക്കിയ, അതേപോലെ ആപ്പിൾ, ഐഫോൺ, സാംസങ്, ഇതെല്ലാം ഓരോ ബ്രാൻഡുകളാണ്. ഇതേ പേരിൽ മറ്റ് ആളുകൾക്ക് പ്രൊഡക്റ്റുകൾ ഇറക്കുവാനായിട്ട് സാധ്യമല്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ കുട നിർമ്മാണത്തിൽ പോപ്പി, അതുപോലെ ജോൺസ, ഇതെല്ലാം ഓരോ ബ്രാൻഡുകളാണ്. ഈ പേരുകൾ മറ്റുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ബ്രാൻഡുകളുടെ പ്രത്യേകത. ബ്രാൻഡുകൾ ഫോം ചെയ്യുക എന്നുള്ളത് ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകളുടെ സെയിലിന് ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഹാപ്പി ഡേ.